ഇറങ്ങി ഇറങ്ങി ഇറങ്ങടി. നീ എന്താ നോക്കി നിൽക്കുന്ന? ഇറങ്ങേ. എന്റെ മനുഷ്യ, ഞാൻ വരുന്നില്ല. ഈ നാട്ടിലെല്ലാരും എന്നെ അറിയുന്ന ആളാണ്. അറിയുന്ന ആൾക്കാരോ? അതിനെന്താ പ്രശ്നമുള്ളത്? ഭാര്യക്ക് എന്താ? നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നെ പെണ്ണ് കാണാൻ വന്ന ചക്കനുണ്ട് ഈ നാട്ടില്. 30 കൊല്ലം മുമ്പ് പെണ്ണ് കാണാൻ വന്ന ഒരുത്തരുണ്ടെന്നും പറഞ്ഞ് മറ്റാർക്കും ഇവിടെ ജീവിക്കണ്ടേ? നിങ്ങൾ എന്തിനാ എന്നെ കൂട്ടി ഇങ്ങോട്ട് വന്നിനിപ്പം? ഇവിടെ ഒരു ഉഗ്രം കമ്പിപ്പാലം കെട്ടിയിട്ടുണ്ട്. നല്ല ഊഞ്ഞാല് പോലൊരു കമ്പിപ്പാലം. നിങ്ങളൊരു കമ്പിപ്പാലം. നിങ്ങൊന്ന് പോയാൻ ഒന്നും പറയുന്നില്ല. നിന്നെ ഞാൻ ഇറക്കാൻ പറ്റും, നോക്കാം. നിന്നെ ഞാൻ ഇറങ്ങടി താവട്ടെ. ഇറങ്ങി താവട്ടെ. ആ അല്ല പിന്നെ നടക്ക്. എന്റെ മനുഷ്യ, നിങ്ങൾ ഇങ്ങോട്ടാ വരുന്നെന്ന് പറഞ്ഞ് ഞാൻ വരൂലായിരുന്നല്ല. പിന്നെ ഈ സ്ഥലത്തിന് എന്താ ഒരു കുഴപ്പം? പറഞ്ഞില്ലേ പണ്ട് പെണ്ണ് കാണാൻ വന്ന ഒരുത്തനുണ്ട് ഈ നാട്ടില്. ഇവിടെ പണ്ടെങ്ങോ ആരോ പെണ്ണ് കാണാൻ വന്നു പറഞ്ഞൊരു സ്ഥലത്ത് പോവാതിരിക്കാൻ പറ്റുമോ? പണ്ടത്തെ കാലല്ലേ അത്. എന്നാലും എനിക്ക് ഓനെ ഭയങ്കര പേടിയാണ്. നിങ്ങളെ കഴിച്ചത് അവന് ഇഷ്ടമായിട്ടില്ല. പിന്നെ എന്നാ പിന്നെ അവനെ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഒന്നും കുഴപ്പത്തിൽ നിക്കല്ലേ മനുഷ്യ, ഈ കമ്പിപ്പാലം ഒന്ന് കണ്ടിട്ട് പോകാം. ആ എന്നാലും ശരി. അവനെ എങ്ങനെ ഇവിടെ കണ്ടിട്ടുണ്ടെ ഞാൻ വിടത്തില്ല, നോക്കൂ. ആളൊരു പാവത്തനാന്ന് മനുഷ്യ, നിങ്ങൾ കുഴപ്പമൊന്നും ആക്കണ്ട. ഓ അത് ശരി. അപ്പൊ അവനോട് ഒരു പ്രേമം ഇപ്പോഴും ഉണ്ടല്ലേ? എന്താ മനുഷ്യ, നിങ്ങൾ എന്തെങ്കിലും പറയല്ലേ, തോന്നിവാസൊന്നും. ആ ദേ കണ്ടോ, ഇതാണ് കമ്പിപ്പാലം. നല്ല പാലാ. അയ്യോ ഞാൻ വരുന്നില്ല, ഇത് കുലുങ്ങി പോകും മനുഷ്യ. ഓ നിന്നെ പോലൊരു വിവരം കെട്ട വർഗം ഇതൊന്നും കുലുങ്ങത്തില്ല. ഞാൻ വരില്ല മനുഷ്യ, എനിക്ക് പേടിയാവുന്നു, കൈ വറക്കുന്നു. ഇങ്ങനെ പേടിക്കാതെ, എനിക്ക് നാണക്കേടാവും. നടക്ക്. എന്റെ മനുഷ്യ, എന്റെ കൈ പിടിക്കും മനുഷ്യ. പണ്ട് ഞാനും എന്റെ അച്ഛനും പോകുമ്പോ കാലെറ്റി വീണി. നീ എന്തായി പറയുന്നേ? അത് ഏതോ ഒറ്റത്തണ്ട് പാലല്ലേ? ഇത് നല്ല ഉഗ്രം പാലല്ലേ? നോക്കിയേ, ഒരു കുലുങ്ങലും ഇല്ല, ഒന്നുമില്ല. സുന്ദരമായിട്ട് നടക്കാം. വാ. ഇതേ പേര് കേട്ട കമ്പിപ്പാലാ. എത്ര സിനിമയിൽ വന്നെന്നറിയാവോ? നിന്റെ നാട്ടിലെ ഒറ്റ കമ്പിപ്പാല അല്ലാതെ. കൂടെ നടക്കടി, ഇല്ലെങ്കിൽ കിട്ടും എന്റെ അടുത്ത് തല്ല് കേട്ടോ. എനിക്ക് വറക്കുന്നത്, എനക്ക് പേടിയാവുന്നു, കൈ പിടിക്കും മനുഷ്യ. ഓ നിന്റെ ഒരു പേടിയും കാര്യം. മല്ല വലിക്കും മനുഷ്യ. നടക്ക വാ. നിങ്ങളൊരു കാര്യം, ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ നീ എത്ര കാലമായിട്ട് ജീവിക്കുക? എനിക്ക് പ്രായമായില്ലേ മനുഷ്യ, എന്നാ ജീവിക്കണ്ട്? ഒരു പ്രായം എന്നെ കൊണ്ടൊന്നും നീ പറയിപ്പിക്കണ്ട. നിങ്ങളെ കൊണ്ട് തോറ്റു മനുഷ്യ. ഇങ്ങനെയാണെങ്കിൽ ഈ പാലം കിടക്കാൻ രാത്രിയാവുമല്ലോ. എന്തൊരു നടത്താ, പേടിച്ചു തൂറി. അത് നിങ്ങളെ സ്വഭാവമല്ലേ മനുഷ്യ? എത്ര കാലായി നമ്മ കാണുന്നു. ഓ നിന്റെ ഒരു പേടി. ഇങ്ങനെ നടന്നാലേ മുഹൂർത്തത്തിന് കഴിഞ്ഞിട്ട് പോലും അവിടെ എത്തുകയല്ല. വാ, നിങ്ങൾക്ക് സദ്യ ഉണ്ണാനല്ലേ തിരക്ക്, കല്യാണത്തിനൊന്നും അല്ലല്ല. അതെന്തായിട്ട് നീ അങ്ങനെ പറഞ്ഞേ? നിങ്ങൾ സദ്യയും പായസം ഉണ്ണാനല്ലേ പോകുന്നു, എനക്കറിയാത്. ഇത് വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് നാണം കെടുത്തരുതേ. ഉണ്ണാൻ പോന്നു പോലും. സദ്യ ഉണ്ടിട്ട് വാ, ഞാൻ അത് എല്ലാരോടും പറയുന്നുണ്ട്. ആഹാ, നീ എല്ലാരോടും പറയല്ലേ? എന്നാൽ ഈ പാല ഇന്ന് കുലുക്കി നിന്നെ താഴെ ഇട്ടു. മനുഷ്യ വേണ്ട മനുഷ്യ, ഞാൻ ആരോടും പറയില്ല മനുഷ്യ. വേണ്ട. പറയോ? ഇനി ഞാൻ ഉണ്ണാനാ പോന്ന് നീ പറയോ ആരോടും? കുലിക്കല മനുഷ്യ, ഞാനിപ്പോ പോവേ. കുലിക്കല മനുഷ്യ. അങ്ങനെ വഴിക്കുവാ. മേലാൽ ഇങ്ങനെ അവബോധം പറഞ്ഞാലേ ഞാൻ നിന്നെ വെച്ചേക്കല. എന്റെ മനുഷ്യ അവിടെ നിൽക്കും മനുഷ്യ, എനിക്ക് പേടിയാവുന്ന മനുഷ്യ. ഞാൻ പാലം കിടന്ന് അപ്പുറം നിക്കാം. നീ ഒറ്റയ്ക്ക് നടന്നു പോവാ, നിന്റെ പേടിയൊന്ന് മാറട്ടെ. മനുഷ്യ പോലെ മനുഷ്യ അവിടെ നിക്ക്. നീ മെല്ലെ വാ. നിങ്ങളെല്ലാം കല്യാണം കഴിച്ച എന്നെ ഒന്ന് ചവിട്ടുണ്ട്. എന്റെ മനുഷ്യ, എനിക്ക് പേടിച്ച് പറക്കുന്ന മനുഷ്യ. നിന്റെ പേടി ഇന്ന് മാറ്റിയിട്ടേ ബാക്കി കാര്യം. നിന്റെ പേടി ഇന്ന് മാറിയിട്ടേ തന്നെ വാ. ഒരു പേടി. അയ്യോ മനുഷ്യ, കുലിക്കല്ല മനുഷ്യ. നല്ല വിഭവസമൃദ്ധമായ സദ്യയാന്നാ കേട്ടത്. ആ സദ്യ തീരുന്നതിന് മുമ്പേ അങ്ങ് എത്തിയാ മതിയായിരുന്നു. അയ്യോ ഞാൻ വീണേ. അയ്യോ പണ്ടാരം വീണോ? ഓടി വാ മനുഷ്യ. നീ വീണതല്ല അന്നേരം അല്ലേ? അപ്പൊ അഭിനയമായിരുന്നു. എന്റെ മനുഷ്യ, എനിക്ക് ഈ പാലം കിടക്കാനാവില്ല, പേടിയാവുന്നു. എന്റെ ഈശ്വരാ, കല്യാണ സദ്യ ഇപ്പൊ തീർന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് നല്ല സദ്യ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരാം. അതിന്റെ കാശ് ഞാൻ തന്നെ മുടക്കണ്ടേ? എന്നാലെന്റെ ഭർത്താവേ.